താമരശ്ശേരിയിൽ ഇന്നലെ സർവകക്ഷി യോഗമുണ്ടായിരുന്നു. കട്ടിപ്പാറയിലെ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനൊരു തീരുമാനം എന്നുണ്ടാകും, ഏത് രീതിയിലായിരിക്കും തീരുമാനം എന്നൊക്കെ അറിയാം. ചേതൻ സാജൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ചേതൻ, എന്തായിരിക്കും തീരുമാനം? ഇന്നലെ സർവകക്ഷി യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? വിനിഷ, ഈ താമരശ്ശേരി കട്ടിപ്പാറ അറവു മാലിന്യ കേന്ദ്രം ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടും അവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ഇന്നലെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ വെച്ച് ചേർന്നത്. കേരളത്തിലെ 3 മുന്നണികളുടെയും നേതാക്കന്മാരടക്കം ഇതിൻ്റെ ഭാഗമായി ജനപ്രതിനിധികളടക്കം എം പി MLA മാരടക്കം സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. ഇതിൽ പ്രധാനമായും ഇന്ന് ഒരു യോഗം കൂടി നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കലക്ടറേറ്റിൽ വെച്ച്, അതായത് ഒരു ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റിയുടെ യോഗമാണ് നടക്കുന്നത്. ഇതിൽ പ്രധാനമായും PCB ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ, NIT വിദഗ്ധർ അടക്കം ഈ ഫെസിലിറ്റേഷൻ കമ്മിറ്റിയിൽ ഉണ്ടാകും. അവരടക്കം ആലോചിച്ചായിരിക്കും ഇന്ന് ഔദ്യോഗികമായി ജില്ലാ കളക്ടർ ഈ പ്ലാന്റിൻ്റെ ഭാവി എന്ത് എന്ന കാര്യത്തിലടക്കം തീരുമാനം എടുക്കുന്നത്. നിലവിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്ന പശ്ചാത്തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കന്മാരുണ്ട്. ഇവർ ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് ഈ പ്രശ്നത്തെ പഠിക്കുന്നതായിരിക്കും ഈ മാസം. അതുമാത്രമല്ല വിനിഷ, ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. നിലവിൽ ഈ കേസിൽ 13 പേരാണ് അറസ്റ്റിലായത്. അതിൽ ഇന്നലെ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് SDPI കൂടത്തായി ബ്രാഞ്ച് സെക്രട്ടറിയായ അമ്പാടൻ അൻസാറാണ് ഇന്നലെ പോലീസിൻ്റെ പിടിയിലായത്. അതിന് കൂടാതെ തന്നെ മുൻപ് ഒരു അറസ്റ്റും ഉണ്ടായിട്ടുണ്ട്. അത് മലപ്പുറം സ്വദേശിയായ സെയ്ഫുള്ളയാണ്. എടപ്പാളിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. പ്രധാനമായും ഈ മാസം 21-നാണ് ഈ പ്ലാന്റ് ആക്രമിച്ചത്. ഒരു സംഘം മുഖംമൂടിയൊക്കെ അണിഞ്ഞ് പ്ലാന്റിനെ വളരെ പൂർണ്ണമായ സമരമായിരുന്നു. അതിലേക്ക് നുഴഞ്ഞു കയറുകയും പ്ലാന്റ് ആക്രമിക്കുകയും തീ വയ്ക്കുകയും അവിടുത്തെ തൊഴിലാളികളെ മർദ്ദിക്കുകയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് സാധീകരിക്കുന്ന ഈ രീതിയിലാണ് SDPI നുഴഞ്ഞു കയറി തുടക്കം മുതലേ പറഞ്ഞത്. അത് CPIM ആണ്. CPIM പറഞ്ഞത് ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷണം നടക്കം ജില്ലാ സെക്രട്ടറിയായ M മെഹബൂബ് പറഞ്ഞിരുന്നു. ഇത് സാധീകരിക്കുന്ന തരത്തിലാണ് ഇന്നലെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. SDPI നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഏതായാലും ഈ പ്ലാന്റ് വിനിഷ നേരെ സൂചിപ്പിച്ച പോലെ ഈ പ്ലാന്റ് തുറക്കുന്ന അതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങളടക്കം ജില്ലാ കളക്ടർ ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഏതായാലും ഇന്നലെ അതിൻ്റെ എല്ലാ സർവകക്ഷി യോഗം ചേർന്നു. എല്ലാ കക്ഷികളും പറഞ്ഞത് ഈ പ്ലാന്റിലെ ഈ ആക്രമണം വളരെ സമാധാനപൂർവ്വം നടക്കുന്ന ഈ പ്ലാന്റിൻ്റെ സമരം പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ എങ്ങനെ അക്രമാസക്തമായി എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കണം. അതുമാത്രമല്ല പോലീസിൻ്റെ രാത്രികാല വീട് കയറിയുള്ള റെയ്ഡും മറ്റും നിയന്ത്രണം ഉണ്ടാകണമെന്ന കാര്യങ്ങളടക്കം ഇന്നലെ ഈ സർവകക്ഷി യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഏതായാലും ഇന്ന് 4 മണിക്കാണ് ചർച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്ലാന്റിൻ്റെ ഭാവിയെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും.